പിന്നെ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു തലേക്കും ദിവസം. അത് പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കിഴങ്ങ് അതിൻ്റെ റെസിപ്പിയിലോട്ട് ഒഴിച്ചു കൊടുത്തേ. പിന്നെ മീൻ പൊരിക്കാൻ വെച്ചു, പിന്നെ മുട്ട പൊരിക്കാനായിട്ട് വെച്ചു. മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണമല്ലേ, കാപ്പിയും കൊടുത്തു വിടണം, അതുപോലെ തന്നെ ചോറും കൊടുത്തു വിടണം. ചോറ് പിന്നെ വെളിയിൽ വിറകൊക്കെ ഉള്ളതുകൊണ്ട് വിറകടുപ്പിനകത്തോട്ട് വെച്ചേട്ടാ. വലിയ വിറകൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് ചോറായിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ നീക്കി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു, അത് വെക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത്രയും കറി ഉണ്ടല്ലോ, പിന്നെ ക്യാരറ്റ് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോളുടെ സ്നാക്സ് ബോക്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. വെള്ളിയാഴ്ച മിസ്സുമാർക്ക് മാറിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് പൊതി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറും അതുപോലെ തന്നെ കാപ്പിയും എല്ലാം ഇലയൊക്കെ വാട്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. പൊതിഞ്ഞ് കൊടുത്ത് നന്നായിട്ട് പൊതിയെല്ലാം വാരി കെട്ടി ബാഗിനകത്തോട്ടാക്കിയിട്ട് പിന്നെ മോളെ ബെൽറ്റൊക്കെ കെട്ടാനുണ്ടായിരുന്നു. പിന്നെ തലമുടിയൊക്കെ ചീപ്പി കെട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ സ്കൂളിൽ പോയേട്ടാ. അപ്പോൾ അത്രയൊക്കെയുള്ള ടാറ്റ ബൈ ബൈ.